ഹായ് ഓൾ, നമസ്കാരം. മാത്സ് സർവൈവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SLC എക്സാമിന് വേണ്ടി, മാത്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടി പോളിനോമിയൽസ് എന്നുള്ള ചാപ്റ്ററാണ്. പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് കാണുമ്പോൾ പ്രയോജനകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ചാപ്റ്ററിലേക്ക് കടക്കാം. പോളിനോമിയൽസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തിയറംസ് ആണ്. ഒന്ന് റിമൈൻഡർ തിയറം, മറ്റൊന്ന് ഫാക്ടർ തിയറം. റിമൈൻഡർ തിയറം പറയുന്ന ഇതാണ്: ഇഫ് എ പോളിനോമിയൽ p of x divided by x minus a, then remainder of p of x equal to p of a. p of x എന്ന് പറയുന്ന പോളിനോമിയലിനെ x minus a വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന റിമൈൻഡർ p of a ആയിരിക്കും. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, സപ്പോസ് p of x ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 3. ഈ പോളിനോമിയലിനെ എനിക്ക് x മൈനസ് 8 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന പോളിനോമിയലിൻ്റെ കിട്ടുന്ന ആൻസറിൻ്റെ റിമൈൻഡർ p of 8 ആയിരിക്കും. p of 8 എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിൻ്റെ സ്ഥാനത്ത് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 8 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു 8 പ്ലസ് 3. So which is equal to 8 square is 64. 64 minus 8 into 8 again 64 plus 3. So 64 minus 64 0 plus 3 3. So answer 3. അതായത് p of x സ്ക്വയർ മൈനസ് 8x പ്ലസ് 3 എന്ന പോളിനോമിയലിനെ x മൈനസ് 8 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 3 ആയിരിക്കും കിട്ടുന്നത്. ആൻസർ അല്ല, റിമൈൻഡർ 3 ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫാക്റ്റ് ആണ്: ഇഫ് p of x ഡിവൈഡഡ് ബൈ x പ്ലസ് a, then റിമൈൻഡർ ഈസ് p of മൈനസ് a. സപ്പോസ് ഈ സെയിം പോളിനോമിയൽ p of x സ്ക്വയർ മൈനസ് 8x പ്ലസ് 3 എന്ന പോളിനോമിയലിനെ x പ്ലസ് 8 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, x പ്ലസ് 8 ആണ് നമ്മൾ ഡിവിഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ, ഡിവൈസർ എങ്കിൽ, ആ റിമൈൻഡർ എത്രയായിരിക്കും? p of മൈനസ് 8 ആയിരിക്കും. സോ മൈനസ് 8 എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് 8 സ്ക്വയർ മൈനസ് 8 ഇൻറ്റു മൈനസ് 8 പ്ലസ് 3 എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 64 plus 64 plus 3. So 64 plus 64 is 128 plus 3 and it is 131. So 131 ആയിരിക്കും x plus 8 വെച്ച് നമ്മൾ x സ്ക്വയർ മൈനസ് 8x പ്ലസ് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ. ഇനി അടുത്തത്, if p of x is divided by ax plus b, then remainder is p of b by a. അതായത് p of x ഈ സെയിം പോളിനോമിയൽ തന്നെയാണ്, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ax പ്ലസ് b, അതായത് എക്സിന് ഒരു കോഎഫിഷ്യൻറ്റും കൂടി ഉണ്ടെങ്കിൽ 2x പ്ലസ് 3 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, 2x മൈനസ് 3 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ p of 3 by 2 ആയിരിക്കും. 3 ഈ കോൺസ്റ്റൻ്റ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇനി 2x പ്ലസ് 3 വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് p of മൈനസ് 3 by 2 ആയിരിക്കും. അതാണ് ഈ ഫോർത്ത് വൺ പറയുന്നത്: ഇഫ് p of x is divided by ax plus b, then remainder is p of minus b by a. So p of minus 3 by 2 ആയിരിക്കും കിട്ടുന്നത്. ഇത് കണ്ടുപിടിക്കാൻ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് 3 by 2, ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് മൈനസ് 3 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടുപിടിക്കാനായിട്ട് എക്സിൻ്റെ സ്ഥാനത്ത് 3 by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഫാക്ടർ തിയറം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ റിമൈൻഡേഴ്സ് എല്ലാം 0 ആണെങ്കിൽ, നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 0 ആണെങ്കിൽ എക്സ് മൈനസ് എ, സപ്പോസ് ഇപ്പോൾ നമ്മൾ p of x എന്ന് പറയുന്ന പോളിനോമിയലിനെ x മൈനസ് എ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയ റിമൈൻഡർ p of a 0 ആണ് കിട്ടിയത്. p of a ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ x മൈനസ് എ വിൽ ബി ദ ഫാക്ടർ ഓഫ് p of x. x മൈനസ് എ p of xൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ p of xനെ x പ്ലസ് എ വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ p of മൈനസ് എ വെച്ച് നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പറയാം x പ്ലസ് എ ഈസ് എ ഫാക്ടർ ഓഫ് p of x എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ബാക്കി രണ്ട് കേസിലും റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ഡിവൈസർ ആ പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. ഇതാണ് റിമൈൻഡർ തിയറവും ഫാക്ടർ തിയറവും. ഈ രണ്ട് ബേസിക് കോൺസെപ്റ്റ്സിനെ മുൻനിർത്തിയാണ് മുൻപോട്ടുള്ള ഭാഗങ്ങൾ പോകുന്നത്. സോ ഈ രണ്ട് ബേസിക് കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്:
if p of x equal to 2x cube plus kx square minus 7x plus 3 divided with x plus 1, remainder is 3. What is the value of k? ഈ പോളിനോമിയലിനെ 2x ക്യൂബ് പ്ലസ് കെ എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 3 എന്നുള്ള പോളിനോമിയലിനെ എക്സ് പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ ആയിട്ട് കിട്ടിയത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ്. സോ നമ്മുടെ പോളിനോമിയൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ ആദ്യം നമ്മൾ നമ്മുടെ പോളിനോമിയൽ എടുത്തെഴുതുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 2x cube plus kx square minus 7x plus 3. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം നമ്മളുടെ പോളിനോമിയൽ എടുത്ത് എഴുതുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന എന്നാണ് ഇതിനെ എക്സ് പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പോൾ റിമൈൻഡർ 3 കിട്ടിയെന്ന്. അപ്പോൾ റിമൈൻഡർ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസർ എക്സ് പ്ലസ് 1 ആണ്. സോ എക്സ് പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? എക്സ് പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ റിമൈൻഡർ എത്ര കിട്ടും? പി ഓഫ് മൈനസ് 1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അല്ലേ. നമ്മൾ കഴിഞ്ഞ ഫാക്ട്സിൽ പറഞ്ഞായിരുന്നു എക്സ് പ്ലസ് എ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ പി ഓഫ് മൈനസ് എ ആയിരിക്കും കിട്ടുന്നതെന്ന്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണ്. സോ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ പി ഓഫ് മൈനസ് 1 ആണ്. ഇവിടെ പി ഓഫ് മൈനസ് 1 എത്രയാണ്? റിമൈൻഡർ എത്രയാണ്? നമുക്കിവിടെ തന്നിട്ടുണ്ട് 3 ആണ്. സോ പി ഓഫ് മൈനസ് 1 ഈക്വൽ ടു 3 ആണ്. സോ പി ഓഫ് മൈനസ് 1 ഈക്വൽ ടു 3 എന്നുള്ള ഫാക്ട് ഉപയോഗിച്ചാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിൽ പി ഓഫ് മൈനസ് 1 കണ്ടുപിടിക്കാൻ പോവാണ്. പി ഓഫ് മൈനസ് 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് -1 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഇക്വേഷനിൽ ഈ പോളിനോമിയലിന് എക്സിൻ്റെ സ്ഥാനത്തെല്ലാം -1 വരും. സോ ഇറ്റ് ഈസ് 2 ഇൻറ്റു -1 ക്യൂബ് പ്ലസ് കെ എക്സ് സ്ക്വയർ. സോ കെ ഇൻറ്റു -1 സ്ക്വയർ മൈനസ് 7 ഇൻറ്റു -1 7x ആണ് പ്ലസ് 3. എന്ത് വരും? 2 ഇൻറ്റു -1 ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു -1 ക്യൂബ്, അതായത് -1ൻ്റെ പവറായിട്ട് ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ -1 തന്നെ ആയിരിക്കും ആൻസർ. സോ 2 ഇൻറ്റു -1 ദാറ്റ് ഈസ് -2 എന്ന് വരും. പ്ലസ് കെ ഇൻറ്റു -1 സ്ക്വയർ, -1ൻ്റെ പവറായിട്ട് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ +1 ആയിരിക്കും ആൻസർ. സോ കെ ഇൻറ്റു +1 കെ തന്നെ വരും. മൈനസ് 7 ഇൻറ്റു -1. ഇപ്പോൾ 2 മൈനസുകളുണ്ട്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. സോ +7 +3 എന്ന് വന്നു. ഇനി നമുക്ക് ഈ നമ്പേഴ്സൊക്കെ ഇവിടെ ഒരു -2 ഉണ്ട്, 7 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ ആദ്യം പോസിറ്റീവ് നമ്പേഴ്സ് കൂട്ടാം. -2 പ്ലസ് കെ 7 + 3 10 വരും. അതിനുശേഷം 10ഉം -2ഉം കൂടെ ക്ലബ് ചെയ്യുമ്പോൾ 10 - 2 വിച്ച് ഇസ് 8 എന്ന് വരും. 8 + കെ എന്ന് വന്നു. ഇനി പി ഓഫ് -1 എന്തിനോട് ഈക്വൽ ആണ്? 3യോട് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ പി ഓഫ് -1 നമുക്കിപ്പോൾ 8 + കെ ആണ് കിട്ടിയത്. സോ 8 + കെ എനിക്ക് 3യോട് ഇക്വേറ്റ് ചെയ്യാം. സോ എന്ത് ചെയ്യണം? ഇവിടുന്ന് 8 കളയാനായിട്ട് നമ്മൾ 8 രണ്ട് സ്ഥലത്തു നിന്ന് മൈനസ് ചെയ്ത് കളയുക. എന്ത് വരും? അപ്പോൾ കെ ഈക്വൽ ടു 3 - 8 -5 എന്ന് വരും. അപ്പോൾ കെയുടെ വാല്യൂ -5 ആണ്. എന്ത് ചെയ്തു? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ പോളിനോമിയൽ എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് എക്സ് പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ റിമൈൻഡർ തിയറം അനുസരിച്ച് എക്സ് പ്ലസ് 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് പി ഓഫ് -1 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 8 + കെ കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അത് 3 ആണെന്ന്. സോ 8 + കെ 3യോട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ടൈപ്പ് വരുന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, write down the second degree polynomial p of x with p of 1 equal to 0 and p of -3 equal to 0. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിക്കണം. പോളിനോമിയൽ അല്ല ഇവിടെ തന്നിരിക്കുന്നത്, മറിച്ച് റിമൈൻഡേഴ്സ് ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ പോളിനോമിയൽ കണ്ടുപിടിക്കണം. സോ റൈറ്റ് ഡൗൺ ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ p of x with p of 1 equal to 0, p of -3 equal to 0. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോളിനോമിയൽ p of x ആണ്. അത് നമുക്കറിയില്ല. ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു കാര്യം തന്നിരിക്കുന്നത് പി ഓഫ് 1 ഈക്വൽ ടു 0 എന്നാണ്. പി ഓഫ് 1 എന്താണ്? റിമൈൻഡർ ആണ്. സോ അതിൻ്റെ ഫാക്ടർ എങ്ങനെ എഴുതാം? എക്സ് -1 ആയിരിക്കും അല്ലേ. x -1 ആണ് ഫാക്ടർ. x -1 ഇസ് എ ഫാക്ടർ. ഈക്വൽ ടു 0 ആണ് വന്നത്. റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച ഡിവൈസർ ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഫാക്ടർ തിയറം. ഇഫ് പി ഓഫ് 1 ഈക്വൽ ടു 0 ദെൻ x -1 ഈസ് എ ഫാക്ടർ. ഇനി പി ഓഫ് -3 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൽ നിന്ന് ഫാക്ടർ? x + 3 ഈസ് എ ഫാക്ടർ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട പോളിനോമിയൽ പി ഓഫ് എക്സിൻ്റെ 2 ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി, x -1ഉം x + 3. പിന്നെ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 3 ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ് ഇൻറ്റു എക്സ്, സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അടുത്തത് എക്സ് ഇൻറ്റു 3 വിച്ച് ഈസ് ഈക്വൽ ടു 3x പ്ലസ് 3x മൈനസ് 1 ഇൻറ്റു എക്സ്, ദറ്റ് ഈസ് മൈനസ് എക്സ്. മൈനസ് 1 ഇൻറ്റു 3 ഇറ്റ് ഈസ് മൈനസ് 3 and this is equal to x square plus 3x minus x plus 2x minus 3. സോ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പോളിനോമിയൽ. അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് റിമൈൻഡേഴ്സ് ആണ് ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ബൈ ഫാക്ടർ തിയറം റിമൈൻഡർ 0 ആണെങ്കിൽ നമ്മൾ പി ഓഫ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് മൈനസ് 1 അവിടെ ഫാക്ടർ ആയിരിക്കും. പി ഓഫ് മൈനസ് 3 0 ആണെങ്കിൽ എക്സ് പ്ലസ് 3 ഫാക്ടർ ആയിരിക്കും. ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0 x minus a is a factor and p of minus a equal to 0 then x plus a is a factor. അപ്പോൾ ഫാക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പോളിനോമിയൽ കിട്ടും. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇപ്പോൾ രണ്ട് ലീനിയർ പോളിനോമിയൽസ്, ലീനിയർ മീൻസ് ഡിഗ്രി 1 ആയിട്ടുള്ള രണ്ട് പോളിനോമിയലുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലായിരിക്കും. സോ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ കിട്ടി. ഇതാണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Write the polynomial 3x square minus 5x minus 2 as the product of two first degree polynomials. 3x square minus 5x minus 2 എന്ന പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലുകളുടെ പ്രൊഡക്റ്റ് ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്, അതിനെ നമ്മൾ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതണം. അതാണ് ക്വസ്റ്റ്യൻ. സോ അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ പി ഓഫ് എക്സ് നമ്മൾ എഴുതാൻ പോവാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു 3x square minus 5x minus 2 and which is equal to 0. ഇതിനെ നമ്മൾ 0യോട് ഇക്വേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൽ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എക്സിന് സീറോസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്, എക്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ രണ്ട് മെത്തേഡ്സ് പഠിച്ചു. ഒന്ന് കംപ്ലീറ്റിംഗ് സ്ക്വയർ, മറ്റൊന്ന് ഡിസ്ക്രിമിനൻറ്റ് മെത്തേഡ്. സോ ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഡിസ്ക്രിമിനൻറ്റ് മെത്തേഡാണ്. കാരണം കംപ്ലീറ്റിംഗ് സ്ക്വയർ ഉപയോഗിക്കണമെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കണം. ഇവിടെ 3 ആണ്. സോ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നടുക്ക് ഫ്രാക്ഷനൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിമിനൻറ്റ് മെത്തേഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് മെത്തേഡിലെ സാധാരണ ഒരു പോളിനോമിയലിൻ്റെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കോമൺ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എത്രയാണ്? എ ഈക്വൽ ടു 3 ആണ്. അതുപോലെ ബി ഈക്വൽ ടു എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ബി, അതിവിടെ -5 ആണ്. അതുപോലെ ലാസ്റ്റ് കോൺസ്റ്റൻ്റ് സി ഈക്വൽ ടു -2. ഇതുപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ഫാക്ടറൈസേഷൻ, ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുക, 0 കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഇക്വേഷൻ എക്സ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ആണ്. മൈനസ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ സ്ഥാനത്ത് -5 എന്ന് വരും. ബി -5 ഓൾറെഡി, അപ്പോൾ -b ആണ് നമുക്കിവിടെ വേണ്ടത്. സോ -5 എന്ന് വരും. സോ +5 വരും. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ബിയുടെ സ്ക്വയർ -5ൻ്റെ സ്ക്വയർ, അത് 25 വരും. -4ac, 4 ഇൻറ്റു എ 3 ആണ്, സി -2 ആണ്. അപ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 3 ഇൻറ്റു -2 എന്ന് വരും. സോ 12 ഇൻറ്റു 2 -24 വരും. ഇതിവിടെ കൊടുക്കും -24 ഡിവൈഡഡ് ബൈ 2a, 2 ഇൻറ്റു 3 6 എന്ന് വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 25 മൈനസ് -24 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്ന് പ്ലസ് ആകും. 25 പ്ലസ് 24 എന്ന് വരും. ഇറ്റ് ഈസ് 49 by 6 and which is equal to 5 plus or minus root 49 7 ആണ് by 6. സോ രണ്ട് ആൻസേഴ്സ് കിട്ടി. ഒന്നെങ്കിൽ 5 plus 7 by 6 or 5 minus 7 by 6. 5 plus 7 by 6 ആണെങ്കിൽ എന്ത് വരും ആൻസർ? 5 plus 7 by 6 ആണെങ്കിൽ 5 7 12, 12 by 6 എന്ന് വരും. ഓർ 5 minus 7 by 6 ആണെങ്കിൽ 2 by 6 എന്ന് വരും. 12 by 6 എന്ന് പറഞ്ഞാൽ 2 ഓർ 2 by 6 1 by 3. സോ നമുക്ക് രണ്ട് സീറോസ് കിട്ടി. ഒന്ന് 2ഉം മറ്റൊന്ന് 1 by 3 ആണ്. അപ്പോൾ ഇതിനെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുമ്പോൾ പി ഓഫ് എക്സ്, നമ്മുടെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു x - 2 ഇൻറ്റു
1/3 എന്നല്ലേ. അപ്പോൾ നമുക്ക് x മൈനസ് 1/3 എന്ന് എഴുതാം. x മൈനസ് 1/3യെ ഈ 3യെ നമുക്ക് എക്സിൻ്റെ ഭാഗത്തോട്ട് കൊണ്ടുപോകും. അത് 3x മൈനസ് 1 എന്ന് എഴുതാം. സോ x മൈനസ് 2 ഇൻറ്റു 3x മൈനസ് 1 ഇതാണ് ആൻസർ. കിട്ടുന്ന 0 എന്താണോ അതിൻ്റെ സൈൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും ഈ നടുക്ക്. അതാണ് എക്സ് പ്ലസ് 2 വന്നുകൊണ്ട് x മൈനസ് 2 ഇൻറ്റു x മൈനസ് 1/3 അല്ലെങ്കിൽ 3x മൈനസ് 1 എന്ന് എഴുതി. ഇനി മൈനസ് ആയിരുന്നെങ്കിൽ അത് പ്ലസ് ആയാലും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പോളിനോമിയൽ, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇതായിരുന്നു 3x² മൈനസ് 5x മൈനസ് 2. അതിനെ ഞാൻ x മൈനസ് 2 ഇൻറ്റു 3x മൈനസ് 1 എന്ന് എഴുതി. നാലാമത്തെ ക്വസ്റ്റ്യൻ, p of x equal to 12x cube plus kx² minus 27x plus 20 is divided with 2x minus 3 and 3x minus 2. We get the same remainder. Find the value of k. p of x എന്ന ഈ പോളിനോമിയലിനെ 2x minus 3 വെച്ച് ഡിവൈഡ് ചെയ്താലും 3x minus 2 വെച്ച് ഡിവൈഡ് ചെയ്താലും സെയിം റിമൈൻഡർ ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ kയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ എപ്പോഴും തന്നിരിക്കുന്ന പോലെ ആദ്യം p of x എടുത്തെഴുതുക. p of x equal to 12x cube plus kx² minus 27x plus 20. ഇനി ആദ്യം നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത് 2x മൈനസ് 3 വെച്ചിട്ടാണ്. ഇപ്പോൾ 2x മൈനസ് 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിമൈൻഡർ എന്താണ്? p of 3/2 ആയിരിക്കും റിമൈൻഡർ അല്ലേ. ഇനി 3x മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിമൈൻഡർ ഏതാണ്? p of 2/3 ആയിരിക്കും റിമൈൻഡർ. ഇത് രണ്ട് സെയിം ആണെന്നാണ് നമ്മളോട് പറയുന്നത്. ദീസ് ടു ആർ ഈക്വൽ. സോ p of 3/2 കണ്ടുപിടിക്കുക, p of 2/3 കണ്ടുപിടിക്കുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യുക. നമ്മളോട് പറയുന്നത് 2x മൈനസ് 3 വെച്ച് ഡിവൈഡ് ചെയ്താലും 3x മൈനസ് 2 വെച്ച് ചെയ്താലും സെയിം റിമൈൻഡറാണ് കിട്ടുന്നതെന്നാണ്. അപ്പോൾ 2x മൈനസ് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡറാണ് p of 3/2. 3x മൈനസ് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് p of 2/3. സോ ഇത് രണ്ട് സെയിം ആണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ ആദ്യം നമ്മൾ p of 3/2 കണ്ടുപിടിക്കാൻ പോവാണ്. p of 3/2 ഈക്വൽ ടു എന്ത് വന്നു? ഈ p of xലെ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 3/2 വരും. സോ 12 ഇൻറ്റു 3/2 ക്യൂബ് പ്ലസ് k ഇൻറ്റു 3/2 സ്ക്വയർ minus 27 into 3/2 plus 20 and which is equal to 12 into 3/2 cube means 3 into 3 into 3, that is 27. 27 by 2 cube is 2 into 2 into 2, 8 plus k into 3 square by 2 square. 3 square is 9, 2 square is 4 minus 27 into 3/2. So 27 into 3 multiply ചെയ്യാം. So it is 81/2 എന്ന് കൊടുക്കാം plus 20 and which is equal to 12 8 നമുക്ക് കട്ട് ചെയ്യാം, 4 വെച്ച് കട്ട് ചെയ്യാം. 12നകത്ത് 3 4 ആണുള്ളത്, 8നകത്ത് 2 4s. So 3 into 27 again 81/2 plus k into 9/4. അതിനെ എനിക്ക് 9k/4 എന്ന് എഴുതാം. minus 81/2 plus 20. So 81/2 minus 81/2 0 ആയി പോകും. ലാസ്റ്റ് കിട്ടുന്നത് 9k/4 plus 20 ആണ്. സോ ഇതാണ് p of 3/2 നമുക്ക് കിട്ടുന്നത്. p of 3/2ൻ്റെ വാല്യൂ ആണ് ഇത്. 1 ഇക്വേഷൻ 1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് p of 2/3 കണ്ടുപിടിക്കാം. p of 2/3 ഈക്വൽ ടു 12 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 2/3 വരും. 2/3 ക്യൂബ് പ്ലസ് k ഇൻറ്റു 2/3 സ്ക്വയർ മൈനസ് 27 ഇൻറ്റു 2/3 പ്ലസ് 20 is equal to 12 ഇൻറ്റു 2/3 ക്യൂബ് എന്ന് പറയുമ്പോൾ 2ൻ്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3യുടെ ക്യൂബ്. 2ൻ്റെ ക്യൂബ് 8 ആണ്, 3യുടെ ക്യൂബ് 27 പ്ലസ് k ഇൻറ്റു 2/3 സ്ക്വയർ. 2/3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/9 എന്ന് വരും. മൈനസ് 27 ഇൻറ്റു 2 54. നമുക്ക് കട്ട് ചെയ്യാം. 3യും 27ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോൾ 9 വരും. സോ 9 ഇൻറ്റു 2 18 കിട്ടും. സോ വിച്ച് ഇസ് ഈക്വൽ ടു 18 മൈനസ് 18 പ്ലസ് 20.
ദിസ് ഈസ് ഈക്വൽ ടു 12 27 കട്ട് ചെയ്യാം, 3 വെച്ച് കട്ട് ചെയ്യാം. സോ 4 into 3 ആണ് 12, 9 into 3 ആണ് 27. ഇനി അഗൈൻ 4 into 8 32 by 9 plus 4k by 9 മൈനസ് 18 plus 20 എന്നാണ് വന്നിരിക്കുന്നത്. സോ രണ്ട് ഡിഫറൻറ്റ് സൈൻ വരുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ കൊടുക്കുക. 20 നിന്ന് 18 പോയ 2, വലുത് 20 ആണ്, 20ൻ്റെ സൈൻ പ്ലസ് ആണ്. സോ +2 എന്ന് വരും. ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ അതിനെ എനിക്ക് ന്യൂമറേറ്ററിനെ രണ്ടും ഒരുമിച്ച് എഴുതാം. 32 plus 4k ഹോൾ ഡിവൈഡഡ് ബൈ 9 +2 എന്ന് എഴുതാം. ഇതാണ് ഇക്വേഷൻ 2. അതായത് P(2/3)യുടെ വാല്യൂ ആണിത്. P(3/2)യുടെ വാല്യൂ ഓൾറെഡി ഇക്വേഷൻ 1-ൽ കണ്ടുപിടിച്ചു. അത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ എനിക്കത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. 9k/4 + 20 ഈക്വൽ ടു 32 plus 4k by 9 plus 2. ഇനി എന്ത് ചെയ്യാം? ഞാൻ ഈ 9k/4നെ ഈ സൈഡിലോട്ട് കൊണ്ടുപോവുകയാണ്, ഈ 2നെ ഇങ്ങോട്ടും കൊണ്ടുവരുവാണ്. സോ ഇവിടെ ഓൾറെഡി ഒരു 20 ഉണ്ട്. 2 ഇവിടെ വന്നു കഴിയുമ്പോൾ അത് -2 ആകും. പിന്നെ അപ്പുറത്ത് 32 plus 4k by 9 minus 9k/4 എന്ന് വരും. 20 minus 2 18 ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 32 plus 4k, അതുപോലെ 9 into 9k ചെയ്യാം. സോ 4 into 32 plus 4k minus 9 into 9k, it is 81k divided by 4 into 9 36 എന്ന് വരും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് ഈ 36നെ ഇങ്ങോട്ട് കൊണ്ടുപോകുക 18ൻ്റെ സ്ഥാനത്തേക്ക്. ഇവിടെ ഡിവൈഡഡ് ബൈ 36 ആണ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങോട്ട് വരുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആകും. 18 into 36 and which is equal to 4 into 32. 4നെ അകത്തോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into 32 that is 128 plus 4k. 4k into 4 16k minus 81k divided by 36 എന്ന് വരും. സോറി, ഡിവൈഡ് ബൈ 36 ഇല്ല, നമ്മൾ 36നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. സോ ഡിവൈഡഡ് ബൈ 36 ഇല്ല, ഇത്രയും വരും. ഇനി എനിക്ക് സ്പേസ് ഇല്ല, സോ ഞാൻ ഈ ആദ്യത്തെ ഭാഗം ഒന്ന് എറേസ് ചെയ്ത് കളയുക. സോ 18 into 36 648 ആയിരുന്നു. 648 എന്ന് ഞാൻ എഴുതി. അതുപോലെ 128 plus 16k minus 81k. 16kയിൽ നിന്ന് 81k മൈനസ് ചെയ്യാം. സോ ഇറ്റ് ഈസ് -65k എന്ന് കിട്ടി. ഇവിടെ k ഉണ്ട്, അതുകൊണ്ട് k ഉള്ളത് മാത്രമേ എനിക്ക് ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ. 128ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ കൂടെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 128ൻ്റെ കൂടെ k ഇല്ല. സോ k ഉള്ളവ തമ്മിൽ ഞാൻ സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ -65k എന്ന് കിട്ടി. ഇനി നമുക്ക് kയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ട് ഞാൻ ഈ -65k ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അത് +65k ആകും. ഓൾറെഡി ഇവിടെ 128 ഉണ്ടായിരുന്നു. ഈ 648നെ ഈ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ -648 എന്ന് വരും. സോ 128 - 648 ഈസ് -520 ആണ്. ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്. സോ മൈനസ് വരും ആൻസറിൽ. ആൻഡ് ദെർഫോർ k ഈക്വൽ ടു 65നെ ഇങ്ങ് കൊണ്ടുവരിക. kനെ 65 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും 520/65 ആൻഡ് ഇറ്റ് ഈസ് -8. സോ kയുടെ വാല്യൂ -8 ആണ്. കാൽക്കുലേഷൻ കുറേ ഉണ്ടെങ്കിലും ഈസിയാണ്, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. p(x) എന്ന് പറഞ്ഞ പോളിനോമിയൽ തന്നിട്ടുണ്ട്. അത് 2x - 3 വെച്ചും 3x - 2 വെച്ചും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം റിമൈൻഡർ ആണ് കിട്ടുന്നത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ റിമൈൻഡർ തിയറം വെച്ചിട്ട് P(3/2)ഉം P(2/3) ആണ് നമ്മുടെ റിമൈൻഡേഴ്സ്. അത് നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് P(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നമ്മൾ വാല്യൂസ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവ രണ്ടും ഇക്വേറ്റ് ചെയ്തു, കാരണം രണ്ട് സെയിം ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ അത് രണ്ടും ഇക്വേറ്റ് ചെയ്തു. കുറച്ച് കാൽക്കുലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയും മറിക്കുകയും ഒക്കെ വേണമായിരുന്നു. കാൽക്കുലേഷൻ കുറേ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളും, നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം അത്. സോ kയുടെ വാല്യൂ ഫൈനലി നമുക്ക് -8 എന്ന് കിട്ടി. -8 ആണ് kയുടെ വാല്യൂ. ഏകദേശം പോളിനോമിയൽസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് വരിക. അപ്പോൾ ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത
വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററാണ് ആവശ്യമെന്ന് കമൻറ്റ് ചെയ്യുക. സോ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ബൈ, ടാറ്റ.